ഒരിക്കലും ഒരു ഹാഷ് ബാഗിന് ഇറങ്ങാൻ പറ്റാവുന്ന സ്ഥലമാണെന്ന് കണ്ടാ പറയുന്നത്, പക്ഷെ നമ്മൾ ഇറക്കി. പക്ഷെ എങ്ങനെയോ ഇതും കൊണ്ട് നമ്മൾ ഇറക്കി. ഒരു കുഴപ്പമില്ലാതെ ഫോത്തിൽ പോയാലും നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുന്ന രീതിയിൽ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് കിട്ടാനുള്ള വകുപ്പുണ്ട്. അതെ, ഓട്ടോമാറ്റിക് ഓടിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം തന്നെ വീട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തു. ഹൈബ്രിഡിന്റെ ഹെൽപ്പ് വെച്ച് മൈലേജ് എന്തുമാത്രം പ്രാക്ടിക്കലി കിട്ടുന്നു. ലോഡായിരുന്നു, 5 പേരുണ്ടായിരുന്നു. കയറ്റത്ത് ഓവർടേക്ക് ചെയ്യണേൽ നല്ല ടാർപ്പിങ് കയറ്റിയാലേ പറ്റും. ഇന്ത്യൻസിന് പ്രത്യേക ഒരു സ്നേഹമാണ് ഈ ഒരു ബ്രാൻഡിനോട്. അങ്ങനെ സ്നേഹം കൂടുതലായതിൻ്റെ സൂചകമായിട്ടാണ് ഏറ്റവും സെയിൽസ് കൂടുതലായിട്ടുള്ള കാസിൻ്റെ ലിസ്റ്റിൽ ഈ ഒരു ബ്രാൻഡ്സിൻ്റെ കാസ് എന്ന് പെടാറുള്ളത്. സുസുക്കി ബലേനോ, മാരുതി സുസുക്കി ബലേനോ കുറേ കാലം ദ മോസ്റ്റ് സെല്ലിംഗ് കാർ ഓഫ് ദ ഇയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാഗനാറും സ്വിഫ്റ്റും ഒക്കെ വളരെ പ്രിയപ്പെട്ട മോഡൽസ് തന്നെയാണ്. ഈവൻ ഞാനും മാരുതി സുസുക്കി സ്വിഫ്റ്റ് തന്നെ സ്വന്തമാക്കിയതിൻ്റെ കാരണം അതാണ്. കുറേ കാരണം കൊണ്ട് നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ നമ്മുടെ മാരുതി സുസുക്കി പുതിയൊരു അനൗൺസ്മെൻറ്റുമായിട്ട് വന്നത്. മാരുതി സുസുക്കി ഫ്രോങ്സ് എന്നൊരു വാഹനം ഇറക്കുന്നതായിട്ട്. ആ ഒരു ലോഞ്ചിൽ എല്ലാവർക്കും സന്തോഷമായതിൻ്റെ കാരണം ബലേനോ മോസ്റ്റ് സെല്ലിംഗ് കാർ ആണെങ്കിൽ പോലും അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. കുറച്ചുകൂടെ ലോവേർഡായിട്ടുള്ള വണ്ടി, അല്ലെങ്കിൽ ഫാമിലി കാർ എല്ലാം കൊണ്ടും ഓക്കെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് സംസാരങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഫ്രോങ്സ് എത്തി. ആ ഒരു ബലേനോയുടെയും നമ്മുടെ ഗ്രാൻഡ് വിറ്റാരോയുടെയും ഒരു ക്രോസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ബലേനോയുടെ ആ സെയിം വണ്ടി തന്നെ കുറച്ചുകൂടി ഹൈറ്റ് ആക്കിയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു നമ്മുടെ ഫ്രോങ്സ്. അതുകൊണ്ട് തന്നെ എല്ലാവരും 2 കൈയും നീട്ടിയാണ് നമ്മുടെ ഫ്രോങ്സിനെ സ്വീകരിച്ചത്. ഫ്രോങ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് ഡെലിവറിയിൽ തന്നെ നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു വീഡിയോ ചെയ്തു, വീണ്ടും നമ്മളൊരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നു. അതിൻ്റെ കാരണം ഇതിന് 5 വേരിയൻ്റ് ആണുള്ളത്. അതായത് സിഗ്മ, ഡെൽറ്റ, ഡെൽറ്റ പ്ലസ്, സീറ്റ, ആൽഫ, അങ്ങനെ 5 വേരിയൻസ് ഉണ്ട്. 2 ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസും അതുപോലെ മാനുവൽ ഓപ്ഷൻസും അതുപോലെ 2 എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് 5 വേരിയൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 1 ലിറ്ററിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 4 സിലിണ്ടറിന് പകരം 3 സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ടാണ് ഈ 1 ലിറ്റർ ടർബോ എഞ്ചിൻസ് ഉള്ള വേരിയൻസ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വളരെ ആവശ്യകതമായിട്ട് തോന്നി. ഇതിൻ്റെ യൂസറിനും ഈ വണ്ടിയെപ്പറ്റി സംസാരിക്കാനായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അധികം പറഞ്ഞ് നീട്ടുന്നില്ല, ഓൾറെഡി നീട്ടിയല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫ്രോങ്സിൻ്റെ ഓണർ എത്തിക്കഴിഞ്ഞു. ഹായ് ബ്രോ. ഹായ്, ബ്രോയുടെ പേര്? എൻ്റെ പേര് മിലൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ കഴിഞ്ഞു. ഓക്കെ. ഇപ്പം ഞാനൊരു 6 മന്ത്സത്തേക്ക് മാരുതിയിൽ വർക്ക് ചെയ്തായിരുന്നു. ഓക്കെ. ഇപ്പം കറൻ്റ്ലി വർക്കിംഗ് അല്ല. അപ്പോൾ മാരുതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് മാരുതി സുസുക്കിയുടെ ഒരു വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചോദിക്കാൻ വന്നത്. നമ്മൾ പരിചയപ്പെട്ടത് ആക്ച്വലി എൻ്റെ ഒരു ഫോണിൻ്റെ സാംസങ് ഉപയോഗിക്കുന്നവർക്ക് ഈ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫോണിൻ്റെ സ്റ്റെബിലൈസർ ഇഷ്യൂസൊക്കെ വന്നിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര ഷെയ്ക്കായിരുന്നു. ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റിംഗ് മാറ്റിയാൽ റെഡി ആവുന്നത്. ഞാൻ വിചാരിച്ചത് എൻ്റെ സ്റ്റെബിലൈസർ പോയെന്നായിരുന്നു, പക്ഷേ അത് റെഡിയായി. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു, അങ്ങനെ ഫ്രോങ്സിൻ്റെ സംസാരത്തിലേക്ക് വന്നു. അപ്പം ബ്രോ എടുത്തത്, അതായത് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്, അപ്പോൾ ബ്രോ എടുത്തത് 1 ലിറ്റർ ആണ്, 3 സിലിണ്ടർ വണ്ടിയാണ് എന്നിറങ്ങി. അപ്പോൾ അതിനകത്ത് കുറേ സംസാരിക്കാൻ ഉള്ളതായിട്ട് മനസ്സിലായി. എന്തുകൊണ്ട് 1 ലിറ്ററിലോട്ട് വന്നു, അല്ലെങ്കിൽ ഫ്രോങ്സിലോട്ട് എന്തുകൊണ്ട് വന്നു ഇത്രയും വണ്ടി സോർട്ട് ചെയ്തു? ആദ്യം ഞങ്ങൾ വണ്ടി കൺസിഡർ ചെയ്തിരുന്നത് ഗ്രാൻഡ് വിറ്റാര അല്ലെ ഹൈ റൈഡർ ആയിരുന്നു. ഓക്കെ. അത് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു. അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ കണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഇതിനേക്കാളും ഒരു 4 to 5 months ബിഫോർ അല്ല വണ്ടി റിലീസ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞതിൻ്റെ ഫോട്ടോസും ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടു. 2 വണ്ടി ഇഷ്ടപ്പെട്ടു. മാരുതി ഗ്രാൻഡ് വിറ്റാര ആണെങ്കിലും ടൊയോട്ട ഹൈ റൈഡർ ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. സെയിം ചാസിയും സെയിം എല്ലാം തന്നെയാണ്. പ്രൈസ് ഡിഫറൻസ് ആണെങ്കിലും ഒരു 20,000 ഡിഫറൻസ് കാണത്തുള്ളൂ. ഇപ്പോൾ ഓരോ വേരിയന്റിലാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസങ്ങളോ ചെറിയ വ്യത്യാസങ്ങളോ എല്ലാം കാണത്തുള്ളൂ. അപ്പം ഞങ്ങൾ അതിൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രൈസ് അനൗൺസ്മെൻറ്റ് വന്നു. പ്രൈസ് അനൗൺസ്മെൻറ്റ് വന്നപ്പം ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് തുടങ്ങുന്നത് തന്നെ 16 lakhs. അലോയ് വീലില്ല, അങ്ങനത്തെ ഇന്റീരിയറിലാണേലും നമുക്ക് ഹെഡ്സപ്പ് ഡിസ്പ്ലേ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഈ സെയിം ഇന്റീരിയർ തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ ഇച്ചിരൂടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ സെൻട്രൽ കോൺസോളിൽ മാത്രം AC കൺട്രോൾസും പിന്നെ AC വെൻസിലും ചെറിയ വ്യത്യാസം, ഗ്രാൻഡ് വിറ്റാരയിലും ഹൈ റൈഡറിലും. ഓൾമോസ്റ്റ് സെയിം ഒരു ഡിസൈൻ ലാംഗ്വേജാണ് വരുന്നത്, ബട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതാണ് മെയിൻ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തു. പ്രൈസ് കണ്ടപ്പോഴത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തൊരു ഫ്രോങ്സ് ഇറങ്ങുന്ന സമയത്തായപ്പോഴത്തേക്ക് ഞങ്ങൾ
ഫ്രോങ്സിൻ്റെ റിവ്യൂ വീഡിയോയും കാര്യങ്ങളും എല്ലാം കണ്ടു. ഓക്കെ. ഐ മീൻ റിലീസ് വീഡിയോ കണ്ടു. അപ്പോൾ കണ്ടപ്പം വണ്ടി നല്ല രസമായിട്ടിരിക്കുന്നു. ഗ്രാൻഡ് വിറ്റാരയുടെ ആ സെയിം ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. അതുപോലെ ഒരു ഗ്രില്ലും അതുപോലെ DRLും ഹെഡ്ലൈറ്റും ഒക്കെ ഏകദേശം അതുപോലെ ഇരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം കണ്ടു അവരുടെ ഫോട്ടോസിൽ. ബാക്ക് വശം കണ്ടപ്പോൾ ബാക്ക് വശം ഏറ്റവും ഇഷ്ടപ്പെട്ടെ. ഫ്ലാറ്റായി. അതെ, നല്ല രസമാണ്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇത്രയും മനോഹരമായ ഡിസൈൻ. അതെ അതെ, ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഒരു അഗ്രസീവ് ലുക്കായിരുന്നു വണ്ടിക്ക്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിൽ കമ്പയർ ചെയ്ത് നോക്കിയാലും ഇതിന് ഇച്ചിരൂടെ സ്റ്റാൻസ് കൂടുതലാണ്, ബെറ്റർ സ്റ്റാൻസ് അതിന് വരുന്നത്. ബാക്കിൽ എസ്പെഷ്യലി ഇതിന് കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ് വരുന്നത്. അത് നമുക്ക് സീറ്റ വേരിയൻ്റ് തൊട്ടേ ഉള്ളൂ, ബട്ട് ആ കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇച്ചിരൂടെ അപ്പ് മാർക്കറ്റ് വണ്ടി പോലെ ഇരിക്കും, പ്രീമിയം. അതെ അതെ. അപ്പോൾ അതാണ് മെയിൻ കാര്യം. അപ്പം തന്നെ ഇത് കൺഫേം ചെയ്തു. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ റിലീസായി. അപ്പം പ്രൈസ് നോക്കി. ആദ്യം ഞങ്ങൾ നോക്കിയത് 1.2 AMT ആയിരുന്നു. അങ്ങനെ AMT ഓൾമോസ്റ്റ് ഒരു അത് കഴിഞ്ഞൊരു 4 to 5 months കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കി. ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പം കുഴപ്പമില്ല, സുഖമാണ്. ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് വണ്ടി ഫുൾ ഓടായിരുന്നു, 5 പേരുണ്ടായിരുന്നു. അപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പം ചങ്ങനാശ്ശേരി വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അപ്പം അത്യാവശ്യം കയറ്റമുള്ള റോഡിൽ കൂടെയൊക്കെ ഓടിച്ചു. ചങ്ങനാശ്ശേരി ബൈപ്പാസ് വഴിയാണ് പോയത്. തിരുവല്ല നെക്സൈൽ നിന്നാണ് ഞങ്ങൾ ഡ്രൈവ് എടുത്തത്. അപ്പം അവിടെ വെച്ച് കയറ്റത്ത് ഇതിന് ഓവർടേക്ക് ഒക്കെ ചെയ്യണേൽ 1.2 ആയിരുന്നു, 1.2 AMT ആണ്. കയറ്റത്ത് ഓവർടേക്ക് ചെയ്യണേൽ നല്ല ടാർപ്പിങ് കയറ്റിയാലേ പറ്റത്തുള്ളൂ. അതായത് മാനുവൽ ഇട്ട് തന്നെ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മാരുതി ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഒരു ഫീച്ചറുണ്ട്, ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ആക്സിലേറ്റർ ഒന്ന് ഫുള്ള് ചവിട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് അത് അതിൻ്റെ ECU അറിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഗിയർ പെട്ടെന്ന് ഗിയർ ഡൗൺ ഷിഫ്റ്റ് സെക്കൻഡിലോട്ടോ തേർഡിലോട്ടോ അതിൻ്റെ വേണ്ട അത്യാവശ്യം പവറുള്ള ഗിയർ ഏതാണെന്ന് വെച്ചാൽ അതിലോട്ട് മാറിക്കോളും. പക്ഷേ ഇതിന് RPM നല്ലതായിട്ട് കയറ്റിയാലേ ആ ഒരു പീക്ക് പവർ വരത്തുള്ളൂ. ടെർബോ ചാർജ് എഞ്ചിനിൽ നിന്നും നാച്ചുറൽ ആസ്പ്രി എഞ്ചിനായിട്ട് ഇതാണ് വ്യത്യാസം. ടെർബോ ചാർജ് എഞ്ചിൻ ഇപ്പം ഇത് 1 ലിറ്റർ ടർബോ വരുന്നത്. അപ്പം ഇതിന് നമുക്ക് മാക്സ് പവർ വരുന്നത് 2000 RPM, മാക്സ് പവറും ടോർക്കും 2000 തൊട്ട് 4500 RPM വരെ ടോർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. 1.2-ലാണ് അത് 4500 RPM തൊട്ട് അതിൻ്റെ ടോർക്ക് കയറത്തുള്ളൂ. കിട്ടത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് ഓടിച്ച് നോക്കി ഓട്ടോമാറ്റിക്. ഞാൻ മാരുതിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, ടെസ്റ്റ് ഡ്രൈവ് ഫ്ലീറ്റിൽ നിന്നുള്ള വണ്ടികൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ 1 ലിറ്റർ ഓട്ടോമാറ്റിക് ഓടിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം തന്നെ വീട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തു. പാരൻസിനും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അപ്പം ഞങ്ങളിങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസായിരുന്നു. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്, അതായത് ടോക്കൺ ഓട്ടോ ഓട്ടോമാറ്റിക് അതിന് വരുന്നത്, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതിന് നല്ല വിലയാണ്, നല്ല പ്രൈസാണ്. നല്ല എന്താ പറയുന്നത്, 1.2 AMT-യെക്കാളും നല്ല രീതിയിൽ ഇതിന് പ്രൈസ് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ 1.2 AMT നോക്കിയാലും ഡെൽറ്റ പ്ലസ് ആണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിന് 11,45,000 11.5 lakhs എങ്ങാണ്ടേ ഉള്ളൂ. ഇത് നമ്മൾ 1 ലിറ്ററിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് 3 lakhs എക്സ്ട്രാ വരുന്നു. 3 lakhs എക്സ്ട്രാ? അത് മെയിൻലി ബിക്കോസ് ഇതിൻ്റെ എഞ്ചിനും ട്രാൻസ്മിഷനും കാരണമാണ്. ഇൻറ്റീരിയേഴ്സിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. വയർലെസ് ചാർജർ ഉണ്ട്, പിന്നെ നമുക്ക് റെയർ AC വെൻ്റ് ഉണ്ട്, ആംറെസ്റ്റ് ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട് ഡെൽറ്റ പ്ലസിന് സീറ്റായിലോട്ട്. ഇതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞ പോലെ എഞ്ചിനും ഗിയർ ബോക്സുമാണ്. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ബലെനോ RS 2017 തൊട്ട് 19 വരെ ഇറങ്ങിയ ബലെനോ RSൽ വന്നിരുന്ന ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ് വരുന്നത്. ഇതിന് മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. ഇത് ഫുള്ളി ജപ്പാനിൽ നിന്ന് ബിൽഡ് ചെയ്തേക്കുന്ന എഞ്ചിനാണ്. അപ്പം അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടീസും കാര്യങ്ങളും കാരണം ഇത്രയും പ്രൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻ്റെ കേസ് എടുത്താലും ഓട്ടോമാറ്റിക്കാണ്, 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. അതെ, 5 സ്പീഡ് AMT ആണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ബ്രസക്കകത്തെല്ലാം ഉള്ള സെയിം ട്രാൻസ്മിഷനാണ്. നേരത്തെ 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആയിരുന്നു, അതിപ്പോൾ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആയ ആ ഒരു പുതിയ ട്രാൻസ്മിഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന് പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വ്യത്യാസം വന്നത് കുറച്ച് ഓവറായിട്ട് തോന്നിയോ അതോ ചെറുതായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 lakhന്റെ ഒരു ഡിഫറൻസ് എങ്കിലും കുറയ്ക്കാമായിരുന്നു. അതായത് മറ്റേതിനെക്കാട്ടിലും 2 lakhs വ്യത്യാസമാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 3 lakhs. അതെ, അതാണ് മെയിനായിട്ടൊരു പ്രൈസിങ്ങിൽ ഇത് തോന്നിയത്. അപ്പോൾ ഓൺ റോഡ് എത്രയായി ഇതിന്? ഓൺ റോഡ് ഞാൻ എടുത്തപ്പം 1447, അതായത് 14.5 lakhs ഓൺ റോഡ് പ്രൈസ്. ഒരു 1.5 lakhs കൂടെ കൊടുത്താൽ ഗ്രാൻഡ് വിറ്റാര ഓട്ടോമാറ്റിക് കിട്ടില്ലായിരുന്നു? കിട്ടും. അതിനെ എങ്ങനെ
സോർട്ട് ഔട്ട് ചെയ്തു? അതെന്ന് വെച്ചാൽ ഗ്രാൻഡ് വിറ്റാര എടുക്കുവാണെങ്കിൽ നമുക്ക് അലോയ് വീലില്ല. അപ്പം നമ്മൾ ഇത്രയും വില കൊടുത്തൊരു ഏറ്റവും ബേസ് മോഡൽ, അതായത് ബേസിന് തൊട്ട് മുകളിലുള്ള മോഡൽ സിഗ്മ കഴിഞ്ഞിട്ട് ഡെൽറ്റയിലോട്ടാണ് വരുന്നത്. ഡെൽറ്റയിലാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാറൊക്കെ ഓട്ടോമാറ്റിക് തുടങ്ങുന്നത്. അപ്പം അതിനകത്ത് ഇത്ര നമ്മൾ 16 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി എടുക്കുമ്പം അലോയ് വീലില്ലെന്ന് പറഞ്ഞാൽ ഇൻഫർടൈൻമെന്റ് ഉണ്ടോ അതിന്? ഇൻഫർടൈൻമെന്റ് ഉണ്ട്. സിഗ്മയ്ക്ക് മാത്രമാണ് ബേസിക് ഡിസ്പ്ലേ ആയിരുന്നു തോന്നുന്നു. ബേസിക് ഇത് തന്നെയാണ്. സ്മാർട്ട് പ്ലേ പ്രോയാ വരുന്നത്. വയർലെസ് ഡിവൈസ് കണക്ടിവിറ്റി എല്ലാം ഉണ്ട്. വയർലെസ് ചാർജർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അത്രയും ഒരു 16 ലക്ഷം കൊടുക്കുമ്പം അതിന് അലോയ് വീൽസ് ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഇപ്പം ഇറങ്ങുന്ന എല്ലാവരും ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ ഒരു അലോയ് വീൽസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ 11 ലക്ഷത്തിൻ്റെ മോഡൽ ഡെൽറ്റ പ്ലസിന് തന്നെ ഉണ്ട് അലോയ് വീല്. ഇപ്പം നമുക്ക് ഇതിൽ വന്നേക്കുന്നത് ഫുള്ളി പെയിന്റഡ് അലോയ് വീൽസാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് മോഡലിൽ ഡയമണ്ട് കട്ടാണ് വരുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അപ്പം അതൊരു മെയിൻ കാര്യമായിട്ട് തോന്നി. പിന്നെ ഇനിയും അലോയ് വീൽ ഇല്ലെങ്കിലും നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. ഓരോന്നോരോന്ന് അലോയ് വീൽ ചെയ്ത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കൂടെ ചെയ്തേക്കാം നമുക്കൊരു മനസ്സിലൊരു ഇത് തോന്നും. വണ്ടിപ്പണി തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണമാണ് ഗ്രാൻഡ് വിറ്റാര നോക്കാഞ്ഞത്. പിന്നെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. എനിക്ക് ചൂടെ CC കുറഞ്ഞ എഞ്ചിനിനോടാണ് താല്പര്യം. ബ്രോ അതെന്തായാലും ഓടിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഹൈ ടോപ്പ് മോഡലാണ് ഓടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പവർ ഡെലിവറി എങ്ങനെ ഫീൽ ചെയ്തു? ഒരു അണ്ടർ പവേർഡ് ആയിട്ട് ഫീൽ ചെയ്തു? നമ്മുടെ റീസെന്റ് ഉള്ള റിവ്യൂസിൽ യൂസർ അണ്ടർ പവേർഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അണ്ടർ പവേർഡ് ആണോ എന്ന് ചോദിച്ചാൽ ബിഗ് സൈസ്, ഒരു ജയന്റ് സൈസ് ഒക്കെ ഉള്ള ഒരു വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സൈസ്, അതായത് ബോഡി വലുതാ, വെയിറ്റ് ഒരു 1100 1200 ആ ഒരു ഇതേ ഉള്ളൂ. ഇതിനാണെങ്കിലും നമുക്ക് 1060 വരുന്നുണ്ട് വെയിറ്റ്. ഗ്രാൻഡ് വിറ്റാര ഓടിച്ചു നോക്കിയത് ടോപ്പ് മോഡൽ ആൽഫ സ്ട്രോങ് ഹൈബ്രിഡ് ഓടിച്ചു നോക്കി. ECVT വരുന്ന. അതെ. അതിന് മൈൽഡ് ഹൈബ്രിഡിനെക്കാളും 20 bhp ഡിഫറൻസ് ഉണ്ട്. 20 അല്ല, ഒരു 15 bhp ഡിഫറൻസ് ഉണ്ട്. ടോർക്കും ഏകദേശം സെയിം ഒക്കെയാണ്. പക്ഷേ ഇലക്ട്രിക് അസിസ്റ്റ് ഉള്ളത് കൊണ്ട് ഇച്ചിരി കൂടെ ഒരു പിക്കപ്പ് കിട്ടി. പക്ഷേ നമ്മൾ ഈ വണ്ടിയുടെ അല്ല ഇതിൻ്റെ 1.2 അല്ല ഗ്രാൻഡ് വിറ്റാരയുടെ 1.5 മൈൽഡ് ഹൈബ്രിഡ് ഓടിക്കുന്നതിലും വ്യത്യാസമുണ്ട്. പവർ ഡെലിവറി ഭയങ്കര സ്മൂത്താണ്. അകത്തിരുന്ന വണ്ടി ഓടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഡ്രൈവിങ് ചെയ്ത് നോക്കി, പുറകിലും ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം അകത്തിരുന്ന് നമ്മൾ അറിയത്തില്ല വണ്ടി. ഭയങ്കര എന്താ പറയുക, ക്യാബിൻ നോയ്സ് ഭയങ്കര കുറവാണ് വണ്ടിക്ക്. പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ സ്മൂത്താണ് വണ്ടി. പവർ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അറിയത്തില്ല വണ്ടി സ്പീഡ് കയറുന്നു. ബട്ട് സ്ലോ ആ വണ്ടി. ഒരു 100 ഒക്കെ എത്തണം നല്ല നേരം എടുക്കും. നല്ലതായിട്ട് ചവിട്ടി പിടിച്ചാലേ കയറത്തുള്ളൂ. അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. അതൊരു ഇലക്ട്രിക് സ്വിച്ച് ആയതിനു ശേഷം ഇലക്ട്രിക്കിൽ ഒരു 40 കിലോമീറ്റേഴ്സ് നമുക്ക് ഓടിക്കാൻ പറ്റും. അതിൽ നിന്ന് സ്വിച്ച് ആകുമ്പോഴത്തേക്ക് നല്ല നേരം എടുക്കും. ഒരു 100 ലാഗ് നല്ലതായിട്ടുണ്ട് 100 എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ അതാണ് ഗ്രാൻഡ് വിറ്റാറയിൽ നോക്കാഞ്ഞതിൻ്റെ കുറേ കാരണങ്ങൾ. ഓക്കെ, നമുക്ക് വണ്ടി ഇങ്ങനെ ഇടുന്നതിലും കുറച്ചുകൂടെ റിയർ ഭാഗം കാണാൻ ആളുകൾക്ക് താല്പര്യമാണ്. തിരിച്ചു നിന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, റിയറിന് ആരാധകരുള്ള വണ്ടി ബാക്ക് തന്നെ കാണിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ബാക്കി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇനിയും ഫ്രോങ്സിൻ്റെ കാര്യത്തിൽ 1 ലിറ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്, എഞ്ചിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പിക്കപ്പ്, അതിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് എന്താണ്? പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പിക്കപ്പാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിന് ടോർക്ക്, നമുക്ക് മാക്സ് ടോർക്ക് തുടങ്ങുന്നത് 2000 RPM തൊട്ടാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ ഡ്രൈവിങ്ങിൽ ഒരു 4th ഗിയർ 60 അടിച്ച് പോയാൽ, നമുക്കിപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഗിയർ മാറ്റുകയോ ചെയ്യേണ്ട. ഇപ്പം നേരത്തെ പറഞ്ഞു ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. നമ്മളിപ്പം AMTക്ക് ഉണ്ട്, ഇതിനുണ്ട്. നമ്മൾ ഡ്രൈവിലിട്ട് ഡിമോഡിലിട്ട് ഓടിച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ഉപയോഗിക്കേണ്ടി വരും. അപ്പം നമ്മൾ ആക്സിലോട്ട് കൊടുക്കുന്നതനുസരിച്ച് ഗിയർ ഡൗൺ ആവും. നമ്മൾ കൊടുക്കുന്ന പവർ അനുസരിച്ച്. അതെ, ഇത് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ ഗിയർ തന്നെത്താൻ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അപ്പം നമുക്ക് അങ്ങനെ ഡൗൺ ആകുമ്പോഴത്തേക്ക് എഞ്ചിൻ റെവ്സ് കൂടും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് മാനുവലിലോട്ട് ചുമ്മാ ഇട്ടാൽ മതി. അപ്പോൾ ആ ഗിയർ ഹോൾഡ് ചെയ്ത് തന്നെ 4th ഗിയർ ഹോൾഡ് ചെയ്ത് തന്നെ കയറി പൊക്കോളും. ഷിഫ്റ്റ് ഡൗൺ ചെയ്യാതെ 4th ഗിയറിലാണ് മാക്സ് ടോർക്ക് എടുത്ത് കയറി പൊക്കോളും. പിക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമല്ല. ഞാനിത് ആലപ്പുഴ ബൈപ്പാസ് വഴി ഞാനിത് 140 കയറിയിട്ടുണ്ട്.
അപ്പം ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞാലും നല്ലതാ, ഒരു പ്രശ്നമില്ല. എങ്ങനെയുണ്ട് ആ ഒരു സ്പീഡിൽ? മീൻസ് അത് കുറച്ച് റോഡൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ചില സമയത്ത് ഒരു ഇൻക്ലൈൻ വരും. ആ ഒരു സമയത്തൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കോൺഫിഡൻസ് പോകുന്നതായിട്ട് തോന്നിയോ? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഫുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് നമുക്ക് തിരിച്ച് പിടിച്ച് വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് ബലെനോ ബേസ്ഡ് വണ്ടി ആണേലും ബലെനോക്കാളിലും ഏകദേശം ഒരു 100 kgയുടെ വെയിറ്റ് എക്സ്ട്രാ ഉണ്ട് ഇതിന്. അത് മെയിൻലി ഈ എഞ്ചിനും ട്രാൻസ്മിഷനും ഉള്ളതുകൊണ്ടാണ്. ഡോക്കോമോട്ടറിന് പൊതുവെ എഞ്ചിൻ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വെയിറ്റ് കൂടുതൽ. ബോഡി ക്വാളിറ്റിക്കും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഡോറൊക്കെ തുറന്ന് നോക്കിയാൽ പോലും അടച്ചു നോക്കിയാലും ഒരു നല്ലൊരു തഡാണ് അത് അടയ്ക്കുമ്പോൾ കേൾക്കുന്നത്. അതെ അതെ, അത് ലൈവായിട്ട് ഒന്നുകൂടെ കേൾപ്പിച്ചേക്കാം അല്ലേ? അതെ, ഓക്കെ. ആ ഒരു വെയിറ്റ് കാരണമാണ് ഇതിന് സ്പീഡ് എടുക്കാൻ നമുക്ക് തന്നെത്താനെ തോന്നും. കോൺഫിഡൻസ് ആയിരുന്നു, വണ്ടി ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത്രയും ഹൈറ്റ് ഉണ്ട്. ബലെനോക്കാളിലും 20 mm കൂടുതലാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ബലെനോയ്ക്ക് 170 ആയിരുന്നു, ഇതിന് 190 ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വന്ന സ്ഥലത്താണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ കുഴി ഇതൊക്കെ ഉള്ളതാണ്. ഒരിക്കലും ഒരു ഹാഷ് ബാഗിന് ഇറങ്ങാൻ പറ്റാവുന്ന സ്ഥലമാണെന്ന് കണ്ടാ പറയില്ല, പക്ഷെ നമ്മൾ ഇറക്കി. പക്ഷെ എങ്ങനെയോ ഇതും കൊണ്ട് നമ്മൾ ഇറക്കി, ഒരു കുഴപ്പമില്ലാതെ ഇറക്കി. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരുവാണേലും നമുക്ക് NVH ലെവൽസ് ഭയങ്കര കുറവാണ്. ഇപ്പം അതൊക്കെയാണ് ആളുകളുടെ സംശയം. 3 സിലിണ്ടർ ആയതുകൊണ്ട് കുറച്ച് എഫേർട്ട് കൊടുക്കണം. 1.2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ആക്സലേഷൻ പതുക്കെ കൊടുത്താൽ വണ്ടി എങ്ങനെ പോലും കയറിപ്പോകും. RPM ടാക്കോമീറ്റർ 2000 മുകളിലാണെങ്കിലും വണ്ടി ഏത് ഗിയറിലാണെങ്കിൽ പോലും കയറിപ്പോകും. ഒരു ടർബോ ആയതുകൊണ്ട് ഞാൻ 1.2 ഇതിലും ഡിഫറൻസ് കണ്ടത് ഇതിൻ്റെ RPM തന്നെയാണ്. 1.2 നമ്മൾ നല്ലതായിട്ട് RPM കൊടുത്താലേ വണ്ടി കയറത്തുള്ളൂ. അതുകൊണ്ട് എഞ്ചിനിൽ നിന്നും എക്സോസ്റ്റിൽ നിന്നും വരുന്ന നോയ്സ് നല്ലതായിട്ട് അകത്ത് കേൾക്കാൻ പറ്റും. പക്ഷേ അതൊരു സ്വീറ്റ് നോയ്സ് ആണ്. ബട്ട് നമ്മൾ ഒരു ഫാമിലി കാർ ഉപയോഗിക്കുമ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഞാനാണേലും എനിക്ക് എഞ്ചിൻ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സൗണ്ടിന് നല്ല ഇഷ്ടം. എനിക്ക് ഒരു പഴയ 800 ഉണ്ട്. അപ്പം അതിനാണേലും എക്സോസ്റ്റിന് നല്ല സൗണ്ടാണ്, എപ്പോഴും കത്തിച്ച അതുകൊണ്ട് പോകുന്നത്. അപ്പം എക്സോസ്റ്റിൽ എനിക്ക് സൗണ്ട് ഇഷ്ടമില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഇതൊരു ഫാമിലി കാറായിട്ട് ഉപയോഗിക്കുമ്പം അതിനകത്ത് നമ്മൾ അത്രയും RPM കയറ്റുമ്പോൾ എക്സോസിൻ്റെ സൗണ്ട് വന്നാൽ നമുക്കൊരു ഇൻകൺവീനിയൻസ് തോന്നും നാച്ചുറലി. അപ്പോൾ അതിലും ബെറ്ററാണ് ഇത്. അതിലും ബെറ്ററാണ്. ഇന്ത്യയിലുള്ള ടയർ നോയ്സ് ആണെങ്കിലും റോഡ് നോയ്സ് ആണെങ്കിലും വളരെ കുറവാണ്. മറ്റ് NVH ലെവൽസിൻ്റെ മറ്റ് കാര്യങ്ങൾ, വൈബ്രേഷൻസ് ആകെ ഫീൽ ചെയ്തത് എനിക്ക് ഈ റെയിൻ ഗാർഡ് വെച്ചിട്ടാണ്. റെയിൻ ഗാർഡ് വെച്ച് എന്തുവാണെന്നറിയത്തില്ല, ഒരു സർവീസിന് പോയപ്പം ഇത് ഊരിപ്പോയിട്ട് അവർ ഗ്ലൂ ചെയ്തത് ശരിയായിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പം തിരിച്ചവർ ഗ്ലൂ ചെയ്തു. തിരിച്ച് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു 60 above കയറ്റിയാൽ ഇത് കടന്ന് ഇങ്ങനെ അടിക്കുന്നതിന് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതുവരെ ശരിയാക്കിയിട്ടില്ല. സെക്കൻഡ് സർവീസിന് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഫുള്ളി ഊരി ചെയ്യാൻ പറയാം. അപ്പം അതാണ് പ്ലാന്. അതല്ലാതെ വണ്ടി പിന്നെ പുതിയതല്ലേ, ഇതിൻ്റെ ജോയിൻസും കാര്യങ്ങളും ഒന്നും ലൂബ്രിക്കേറ്റ് ആയി വരുന്നതേ ഉള്ളല്ലോ. 3500 kilometers ഓടി ആയിട്ടേ ഉള്ളൂ. അപ്പം ചില സമയത്ത് തിരിക്കുമ്പം ഈ ജോയിൻസിൽ നിന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അത് മെറ്റൽ കിടന്ന് ഗ്രൈൻഡ് ചെയ്യുന്നതല്ല, ഒരു നമ്മൾ ഈ രണ്ട് ബലൂൺ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അതുപോലെ ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് മെയിൻലി ജോയിൻസ് ഒക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ആയി വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 5000 kilometer കഴിഞ്ഞിട്ടേ അത് ആവത്തുള്ളൂ. അപ്പം ആ ഒരു സൗണ്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ട്, അല്ലാതെ റാറ്റ്ലിങ്ങോ അങ്ങനത്തെ അങ്ങനെ NVH ലെവലിൽ എനിക്ക് നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സാറ്റിസ്ഫൈഡ്. ഓക്കെ. പിന്നെ 1 ലിറ്റർ അല്ലെങ്കിൽ 3 സിലിണ്ടർ വണ്ടികളിലോട്ട് പോകുമ്പോൾ ആളുകളുടെ ഒരു കൺഫ്യൂഷനാണ് മൈലേജ്. മെയിൻ ഒരു കൺസേൺ കൂടിയാണ് മൈലേജ്. ആ മൈലേജിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എക്സ്പീരിയൻസിൽ? ആക്ച്വലി ഞങ്ങൾ 1.2 കൺസിഡർ ചെയ്തത് തന്നെ മൈലേജ് കാരണമാണ്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ബലേനോയിൽ, നമ്മുടെ പുതിയ ബലേനോയിലാണെങ്കിലും 1.2 AMT വരുന്നുണ്ട്. അപ്പം സെയിം വണ്ടി ആയതുകൊണ്ട് അണ്ടർ പെയിൻറ്റിങ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് മൈലേജ് ഇപ്പം ബലേനോയ്ക്ക് നേരത്തെ മാരുതിയിൽ വർക്ക് ചെയ്ത സമയത്ത് കസ്റ്റമേഴ്സൊക്കെ കൊണ്ടുവരുമ്പം 22, 25, 24 ഒക്കെ കിട്ടാറുണ്ട്. അപ്പം അത് കാരണമാണ് ഞാനിത് കൺസിഡർ ചെയ്തത്. 1.2 കൺസിഡർ ചെയ്തത് ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പെർഫോമൻസ് പിന്നെ നോയ്സ് ഒന്നും ഇഷ്ടപ്പെടാതെ. പിന്നെ 1 ലിറ്റർ ഓടിച്ചു. 1 ലിറ്റർ ഓടിച്ചപ്പം ഡ്രൈവ് വണ്ടിയിൽ 13 കാണിച്ചിരുന്നത്. അതും ഡ്രൈവ് വണ്ടി സ്വാഭാവികമായിട്ട് അവർ ഹാർഷായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് പലയിടത്തും പോകുന്നത്. ഓക്കെ, ഞങ്ങൾ റിസെറ്റ് ചെയ്യാതെ പോയത് ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും കമ്മിറ്റ് ചെയ്തേക്കാം, ടെർബോ തന്നെ എടുക്കാം.
അതിന് മെയിനായിട്ടുള്ള കാര്യം ലോഡ് കയറുമ്പം 1.2 വലിക്കണേ പാടാം. ഇനീഷ്യല് ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്ന അനുസരിച്ച് മൈലേജ് നല്ലതായിട്ട് കൂടും. എന്തായാലും ഓട്ടോമാറ്റിക് നോക്കുന്നുള്ളൂ. അപ്പം അതിനുള്ള പവർ ലാഗ് അത് AMT കോഡാണ്. പൊതുവേ ഈ ബലെനോ ഫ്രോങ്സിനകത്തൊക്കെ AMT അത്യാവശ്യം ലാഗ് ഇല്ലാത്ത AMT ആണ്. ബട്ട് ഫുൾ ലോഡ് കയറുമ്പോഴത്തേക്കും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ആ ഒരു ജർക്കിനെസ് ഫീൽ ചെയ്യും. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്, ഫാമിലി മെമ്പേഴ്സ്. അപ്പം ഫുൾ ലോഡ് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും മൈലേജ് കുറയുമെന്ന്. അങ്ങനെ വണ്ടിക്ക് എന്താ പറയുന്നത്, എഫേർട്ട്ലെസ് ആയിട്ട് കയറണം എന്നുള്ള ഇതുകൊണ്ടാണ്, മൈലേജും വേണം, എഫേർട്ട്ലെസ് ആയിട്ട് വണ്ടി കയറ്റമൊക്കെ കയറണം എന്നുള്ളതാണ് ടർബോ ചൂസ് ചെയ്തത്. എല്ലാവരുടെയും വിചാരത്തിന് വിപരീതമായിട്ടാണ് അല്ലേ? കാരണം ടർബോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫേർട്ട് ആയിരിക്കും വണ്ടിക്ക് എന്നുള്ള ഒരു ചിന്ത കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ വണ്ടികൾ പോലല്ല ഇപ്പം ടർബോ ചാർജ് വണ്ടികൾ. ഇപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇപ്പോൾ ഇത് ഹൈബ്രിഡാണ്, മൈൽഡ് ഹൈബ്രിഡാണ് വരുന്നത് നമുക്ക്. അപ്പം ഇതിനകത്തൊരു ചെറിയൊരു മോട്ടറുണ്ട്, അതിൻ്റെ കൂടെ ഒരു ബാറ്ററി ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റിൻ്റെ അടുത്ത് ചെറിയൊരു ബാറ്ററി ഉണ്ട്. അപ്പം ഈ എഞ്ചിനെ ഈ മോട്ടർ സപ്പോർട്ട് ചെയ്യും, ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് പുതിയ ടെക്നോളജിയാണ്. ഇപ്പോഴത്തെ പണ്ടത്തെ ടർബോ ചാർജ് വണ്ടി അല്ലെ, പണ്ടത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടി പോലെ അല്ല ഇപ്പോഴത്തെ ടർബോ ചാർജ് വണ്ടി. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് വരുന്ന എല്ലാം എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് കാണും അതിനകത്ത്, പവർ അസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് അതിന് 2000 RPM തൊട്ട് അതിന് ടോർക്ക് 2000 RPM തൊട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇതിനൊരു എഫേർട്ട്ലെസ്നെസ് തോന്നുന്നുണ്ട്. അപ്പം മൈലേജ് പ്രോപ്പർ ഇതിന് കിട്ടുന്ന മൈലേജ് ആണ് പറഞ്ഞത്. ഞങ്ങൾ എടുത്തപ്പം വണ്ടി എടുത്ത സമയത്ത് 11-12 അങ്ങനെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ഫ്രോങ്സിനൊന്നും ആരും ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇത്ര മൈലേജ് ഉള്ളോന്നല്ലേ. പൊതുവേ ആൾക്കാർക്ക് ടർബോ പെട്രോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെ പോയാലും ഒരു 12-13 ഒക്കെ കിട്ടത്തുള്ളൂ എന്ന് മൈൻഡിലൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾ എടുത്ത സമയത്ത് 11-12 കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരൂടെ ഓടിച്ചു, ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും കുറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ റീസെറ്റ് ചെയ്ത് നോക്കിയപ്പം 13.2 കിട്ടിയായിരുന്നു. അത് എത്ര കിലോമീറ്ററിന്റെ ആയിരിക്കും? അത് ഞാൻ 120 കിലോമീറ്റർ പോയായിരുന്നു. ട്രിവാൻഡ്രത്തോട്ടാണ് പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പം അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയത്. അതുകൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കാം തോന്നുന്നു 13 കിട്ടിയുള്ളൂ. അല്ലാതെ സിറ്റി ആവറേജ് ഇപ്പൊ കറന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബിലോ 10 താഴെ പോയിട്ടില്ല. 10.5 11 ആ റേഞ്ചിലാണ്. പിന്നെ ഇന്നലെ ഞാനൊന്ന് റിസെറ്റ് ചെയ്തിട്ട് കുമളി പോയായിരുന്നു. ഒന്ന് കുമളി പോയിട്ട് അങ്ങോട്ട് പോകുന്ന വഴി റിസെറ്റ് ചെയ്താ പോയപ്പോൾ എനിക്ക് 17.2 കാണിച്ചു. തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ വണ്ടടിച്ചിരിക്കും എന്താ ഇങ്ങനെ. ഞാൻ എന്നിട്ട് റീസെറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വീട്ടിലെത്തിയപ്പം 16.5 കാണിക്കുന്നു. തിരിച്ചിറക്കമാണ്. എന്നിട്ട് 16 വന്നുള്ളൂ. 16 അങ്ങോട്ട് 17 കിട്ടി. എന്തോന്ന് എനിക്ക് അറിയത്തില്ല. അതിനെയും വല്ല MID വല്ല കംപ്ലൈന്റ് ആണോ അതോ അല്ലയോ എന്നറിയത്തില്ല. ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോയത്. ടാങ്ക് ആണോ ചെക്ക് ചെയ്തത്? ടാങ്ക് അല്ല, ചിലപ്പോൾ ത്രോട്ടിൽ കൊടുക്കുന്നതിന്റെ നമുക്ക് കയറ്റത്തൊക്കെ ആണെങ്കിലും ഇപ്പം ഞാൻ തന്നെയാണ് പോയത്. അപ്പം നമുക്ക് 4th ഗിയറിൽ കയറ്റം സ്മൂത്ത് ആയിട്ട് കയറിക്കോളും. പലരുടെയും വിചാരമുണ്ട് ടോപ്പ് ഗിയറിൽ പോയാൽ മാത്രമേ മൈലേജ് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ശരിക്കും 3rd പോയാലും 4th പോയാലും നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുന്ന രീതിയിൽ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് പലർക്കും ടോപ്പ് ഗിയറിൽ പോയാൽ മാത്രമേ മൈലേജ് കിട്ടൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. ചിലപ്പോൾ ആ ഒരു ത്രോട്ടിൽ കൊടുത്തതിന്റെ രീതി അനുസരിച്ചായിരിക്കും നമ്മൾ ആക്ച്വലി ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ മൈലേജ് നല്ല രീതിയിൽ വേരി ചെയ്യും. ഞാൻ ഈ ട്രിവാൻഡ്രം പോയെന്ന് പറഞ്ഞല്ലോ, അതിന് മുമ്പായിട്ട് ഞാൻ നല്ല റാഷായിട്ടായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. റാഷ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് സ്പീഡ് എടുത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എന്തൂസിയാസം കൂടി കഴിഞ്ഞാൽ ചില സമയത്ത് നല്ലതായിട്ട് ഗിയർ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അപ്പം പാഡൽ ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് കത്തിച്ച് കയറാറുണ്ടായിരുന്നു. പിന്നെ അയ്യോ 10 കിട്ടുന്നുള്ളൂ ഒന്ന് തന്നെത്താനെ ഒരു മനസ്സിലൊരു തോന്നലുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് പോയത്. അന്ന് ഞാൻ നല്ല എന്താ പറയുന്നത് നൈസ്, അതായത് ഒത്തിരി ഹാർഷായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാതെ കറക്റ്റ് RPM കറക്റ്റ് സ്പീഡിൽ ഗിയർ ചേഞ്ച് ചെയ്തു. അങ്ങനെ ചേഞ്ച് ചെയ്തപ്പോഴാണ് 13 കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതാണ് മൈലേജിൻ്റെ കാര്യം.
ബാക്കി നമുക്ക് അകത്ത് കയറിയെന്നല്ല, ഞങ്ങൾ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് കുറേ നേരം കൊണ്ട്. ഇനി നമുക്ക് അകത്ത് കയറി സമാധാനമായിട്ട് സംസാരിക്കാം. ഓക്കെ, നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം ഇൻറ്റീരിയറിൽ നിന്നുള്ള കാര്യങ്ങൾ. ആദ്യമേ ഇൻറ്റീരിയറിൽ ഇപ്പം ഞാൻ ഉള്ളിൽ കയറുന്നതിന് മുമ്പേ ബ്രോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുറത്ത് നിന്ന് ആ ഒരു 3 സിലിണ്ടറിൻ്റെ ആ ഒരു ചെറിയൊരു സൗണ്ടോ നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു കാര്യമാണ് 3 സിലിണ്ടർ ഇഷ്ടമല്ലാതെ, പലർക്കും അതായിരിക്കും. പക്ഷേ അകത്ത് ഇപ്പം ബ്രോയ്ക്ക് തന്നെ കേൾക്കാമല്ലോ, സൗണ്ട് ഒന്നുമില്ല. AC-യുടെ ബ്ലോവർ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ സൗണ്ട് മാത്രമേ, വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതിലൊന്നും കുഴപ്പമില്ല വണ്ടിക്ക്. ഇനി ഡ്രൈവ് കംഫർട്ടിലേക്ക് പോകാം. ഡ്രൈവ് കംഫർട്ട് എന്ന് പറയുമ്പം ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. ഓക്കെ, നമുക്ക് ഈ സീറ്റ വേരിയൻ്റ് എന്ന് പറയുമ്പം സീറ്റ വേരിയൻ്റ് തൊട്ടാ ഇതിന് അഡ്ജസ്റ്റബിൾ സീറ്റ് ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ഡെൽറ്റ പ്ലസ് ഇല്ല. ഡെൽറ്റ പ്ലസിന് ഇല്ല. ഓക്കെ, നമുക്ക് ഇതിന് ഞാൻ പറഞ്ഞ പോലെ സീറ്റ് തൊട്ടാണ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്ക് എസ്പെഷ്യലി ഞാനിപ്പോൾ 5'6" എങ്ങാണ്ടേ ഉള്ളൂ എൻ്റെ ഹൈറ്റ്. അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇച്ചിരി കൂടെ നല്ലൊരു ഓവർവ്യൂ കിട്ടും മുമ്പിലോട്ട്, വണ്ടിയുടെ മുമ്പിലോട്ട് വിസിബിലിറ്റി കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഹൈറ്റിൽ ഒരു SUV-യിൽ ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ SUV അല്ലെങ്കിലും ഒരു മൈക്രോ ക്രോസ് ഓവർ ആണെങ്കിൽ പോലും ആ ഒരു ഫീലുണ്ട്. അപ്പം അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. മെയിനായിട്ട് അതാണ്. അത് കാരണമാണ് സീറ്റയിലോട്ടും പോയ ഡെൽറ്റ പ്ലസിൽ നിന്നാണേലും സീറ്റയിലോട്ട് ഇങ്ങനത്തെ കുറേ നമുക്ക് ഗുഡ് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. വയർലെസ് ചാർജർ, അഡ്ജസ്റ്റബിൾ സീറ്റ് ഹൈറ്റ്, റിവേഴ്സിങ് ക്യാമറ, പിന്നെ നമ്മുടെ സ്മാർട്ട് പ്ലേ പ്രോ സിസ്റ്റം വിത്ത് കണക്റ്റഡ് കാർ ഫെസിലിറ്റി ഉണ്ട്. ഇൻബിൽറ്റ് ആൻഡ്രോയിഡ് അതല്ല, സുസുക്കി കണക്ട് ഉണ്ട്, GPS എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത് ഡെൽറ്റ പ്ലസിനകത്ത് നമുക്ക് ആ ഒരു ഇത് ഇല്ല. ഇത് 1 ഇയർ ആണെന്നാണ് തോന്നുന്നത്. 1 ഇയറത്തേക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ റീസബ്സ്ക്രൈബ് ചെയ്യണം, സംതിങ് എമൗണ്ട് കൊടുക്കാനുണ്ട്. അത് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് AC ഉണ്ട്. അത് നമുക്ക് ബേസ് മോഡൽ തൊട്ടേ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ബേസ് തൊട്ട് പവർ വിൻഡോ, ഓട്ടോമാറ്റിക് AC നമുക്ക് വരുന്നുണ്ട്. പിന്നെ റിയർ വൈപ്പേഴ്സ് ആൻഡ് ഡിഫോഗേഴ്സും സീറ്റ് തൊട്ടേ ഉള്ളൂ. അതെ, സോറി, ഐ മീൻ ഡിഫോഗർ താഴോട്ടുള്ള മോഡൽസിലുണ്ട്. വൈപ്പർ ഇതിന് മാത്രമേ തുടങ്ങുന്നുള്ളൂ, വൈപ്പർ വിത്ത് വാഷർ. പിന്നെ നമുക്ക് കളേർഡ് മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ വരുന്ന ഇതിന്. അത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല, ഇപ്പം നമുക്ക് ഇതിനകത്താണെങ്കിൽ ഇതിപ്പം മൈലേജിൻ്റെ കാണിക്കുന്നത്. ഇപ്പം 12.4 കാണിക്കുന്നുള്ളൂ. നമ്മൾ കുറേ നേരം വണ്ടി ഓൺ ആക്കിയിട്ടില്ലേ, അതിൻ്റെ ആയിരിക്കണം, ചൂടും കൂടെ അല്ലേ. അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് മൈലേജിൻ്റെ ചാർട്ട് കാണിക്കും. ചാർട്ട് കൂടി നമുക്ക് മൈലേജ്, അതെ മറ്റേ വണ്ടികൾ പോലെ തന്നെ. ഇത് പക്ഷെ നമുക്കിപ്പോൾ ഞാൻ കാല് കൊടുക്കുന്ന അനുസരിച്ച് ചാർട്ട് ആ ഒരു എന്താ പറയുന്നത് മൈലേജ് അത് ആ ഒരു ലെവല് കൺസിസ്റ്റൻ്റ് ആയിട്ട് വെച്ചാൽ മൈലേജ് നല്ലതായിട്ട് കൂടും. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് നമുക്ക് വണ്ടിയുടെ പവർ, G-ഫോഴ്സ് കാണാൻ പറ്റും. അതായത് നമ്മൾ കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ വണ്ടിയുടെ ലാറ്ററൽ G's ഒക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും, എത്രയും പോകുന്നുണ്ടെന്ന്. അതൊക്കെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നു. ഡെൽറ്റ പ്ലസിന് ഇതില്ല. ഡെൽറ്റ പ്ലസിന് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. അതെ അതെ. പിന്നെ ഇതിന്റെ IRVM അത് ഡിബേറ്റബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വ്യൂ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് ചില സമയത്ത്. അതെ അതെ, നല്ലതായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിൻഷീൽഡ് ആണ്. അതിന്റെ കൂടെ ഇവിടെ കൊണ്ടുപോയി വെച്ചപ്പോഴത്തേക്ക് ചെറിയൊരു വിസിബിലിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. എപ്പോഴും ഇല്ല, നമ്മൾ കയറ്റമുള്ള റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നീട് സ്റ്റിയറിംഗ് ഫീഡ്ബാക്കിനെ പറ്റി, സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് നോട്ട് ബാഡ്, നോട്ട് ഗ്രേറ്റ്. എന്തെന്ന് വെച്ചാൽ ഇത് ബലേനോ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ബലേനോ ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് ബലേനോയ്ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതുകൊണ്ട് അതിന് ഇച്ചിരി കൂടെ സ്റ്റിയറിംഗ് ഫീൽ കൂടുതലാണ്. എന്ന് വെച്ചാൽ അത്രയും ബോഡി റോളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ഇതിനൊരു ഇച്ചിരി കൂടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയത് കൊണ്ട് അതിനനുസരിച്ചുള്ള എന്താ സസ്പെൻഷനിൽ മാറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഡിഫറൻസ് ഉണ്ട് നല്ല രീതിയിൽ. ഹൈറ്റ് മാത്രമല്ല കൂടിയേക്കുന്നത്. അവരത് കാലിബ്രേഷനൊക്കെ എന്താ ബലേനേക്കാളിലും എന്താ പറയുക ഇച്ചിരി കൂടെ സ്റ്റിഫർ ആക്കിയിട്ടുണ്ട്. ബലേനേക്കാളിലും സസ്പെൻഷൻ ഇച്ചിരി കൂടെ സ്റ്റിഫറാണ് ബലേനേക്കാളിലും. അപ്പം ബാഡ് റോഡ്സിൽ ഇപ്പം തന്നെ ഇത് അത്യാവശ്യം പാച്ച് വർക്ക് ചെയ്തേക്കുന്ന റോഡാണ്. ഇപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യാം ചെറിയൊരു എന്താ പറയുന്നത് അടിപ്പുണ്ട്. നമ്മൾ എന്താ പറയുന്നത് വേറെ ഇച്ചിരി വില കൂടിയ വണ്ടിയൊക്കെ നോക്കുമ്പം
ഒരു ഗ്രാൻഡ് വിറ്റാരയിലൊക്കെ നോക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാരയിൽ ഒരു ഇച്ചിരൂടെ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ അടിക്കുന്നുണ്ട് വണ്ടി. അല്ല, ഇതിനെ ഒരു ഹാച്ച് ബാക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അല്ല, അങ്ങനെ ചെയ്താൽ ഭയങ്കര അടിപൊളിയല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നല്ല വണ്ടി എല്ലാം കൊണ്ട്. അതെ അതെ അതെ. ഇതിന്റെ എഞ്ചിൻ ട്രാൻസ്മിഷൻ കോംബോ ആണെങ്കിലും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലും ഹാച്ച് ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു എന്താ പറയുന്നത് ടൈപ്പ് ഓഫ് വണ്ടി തന്നെയാണ് അത്. പണ്ട് നമ്മൾ ഇറ്റിയോസ് ലിവ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഇറ്റിയോസ് ലിവയുടെ ക്രോസ് ഉണ്ടായിരുന്നു, ലിവ ക്രോസ്. പിന്നെ അതുപോലെ തന്നെ പോളോയുടെ ക്രോസ് ഉണ്ട്. പിന്നെ അബാർത്തിന്റെ നമ്മുടെ പുണ്ടോടെ അവഞ്ചൂറ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ബേസിക്കലി ബലേനോടെ ആ സാധനം തന്നെയാണിത്. അതെ, സക്സസ് ആയി 9 months കൊണ്ട് എത്ര 1 lakh എങ്ങാണ്ട് സോൾഡ് ആയി ഇപ്പൊ തന്നെ. കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് താനും. ഓക്കെ, അതൊക്കെ അങ്ങനെ വരുന്നു. സ്റ്റിയറിംഗ് ഫീഡ്ബാക്കിന്റെ കാര്യങ്ങളും ബ്രേക്കിങ്ങിനെ പറ്റി എന്താണ്? ബ്രേക്കിംഗ് ഗുഡ്, നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഫ്രണ്ടിൽ 2 ഡിസ്കാണ്, റെയർ ഡ്രമ്മാണ് വരുന്നത്. റെയറിലും കൂടെ ഡിസ്ക് വന്നിരുന്നാൽ കൊള്ളാമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സക്സസറായ ബലെനോ RSൽ റെയറിൽ ഡിസ്കാണ് വരുന്നത്, 4 side ഡിസ്കാണ് വരുന്നത്. അപ്പം അന്ന് ഡിസ്ക് കൊടുത്തിരുന്നു, ഇന്നും കൂടെ ഡിസ്ക് കൊടുക്കാമായിരുന്നു. ഗുഡ് ഹാവ് ഫീച്ചർ ആയിരുന്നു, തന്നിരുന്നേ കൊള്ളാമായിരുന്നു ഒരു തോന്നലുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, അകത്തെ കംഫർട്ടിലെ 5 പേരിന്ന് യാത്ര ചെയ്യാറുണ്ടല്ലോ സ്ഥിരമായിട്ട്. പുള്ളിയും കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ കംഫർട്ട് എങ്ങനെയാണ്? റിയർ സീറ്റിൽ ഇരിക്കുന്നവരുടെ ആ ഒരു ലെഗ് സ്പേസ് അല്ലെങ്കിൽ ഹെഡ് സ്പേസ് മീൻസ് ഹെഡ് റൂം ഒക്കെ എങ്ങനെ ഉണ്ട്? ഹെഡ് റൂം മീൻസ് പുറത്തു നോക്കുമ്പോൾ ഒരു സ്ലാൻഡിങ് ഡിസൈൻ, ഇച്ചിരി സ്ലാൻഡിങ് ആയതുകൊണ്ട് ഹെഡ് റൂമിൽ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം 6 feet above ഉള്ള ആൾക്ക് ഇപ്പം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണെങ്കിൽ പുറകിൽ ഒരു 6 feet above ഉള്ള ആൾക്ക് ഇരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ബ്രോയെ പോലെയൊക്കെ നീളമുള്ള ഒരാളാണെങ്കിൽ പുറകിലൊരു ഈ സീറ്റിൽ ഇരുന്നാൽ പുറകിലിരിക്കുന്ന ആൾക്ക് അത്രയും സുഖം തോന്നത്തില്ല. അണ്ടർത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. പിന്നെ ലെഗ് സ്പേസ് പറയുമ്പം എക്സലൻ്റാണ്. ഈ കാറ്റഗറിയിൽ വേറൊരു വണ്ടിക്ക് ഇതുപോലെ ലെഗ് സ്പേസ് പറയാൻ പറ്റത്തില്ല. ഈവൻ ബ്രസയ്ക്ക് പോലും ഞാൻ തോന്നിയിട്ടില്ല. ബ്രസേക്കാട്ടിലും 20 millimeters കൂടുതലാണ് ബലേനോടെ ഫ്രോങ്സിൻ്റെയും വീൽ ബേസ്. അതുകൊണ്ട് ഇതിന് ലെഗ് സ്പേസ് നല്ലതായിട്ടുണ്ട്. ബാക്കിൽ സബ് 4 meter ആയിട്ട് പോലും ബലേനോ ആണെങ്കിലും സബ് 4 meter ആണ്. ബ്രസ ആണെങ്കിലും സബ് 4 meter ആണ്. ബ്രസയ്ക്കും എന്താ പറയുന്നത് പുറകെ ഒരുമാതിരി എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫീലുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ബാക്കിലത്തെ സ്പേസും കാര്യങ്ങളും ഒന്നും അത്രയും എന്താ പറയുന്നത് ഒരു നമ്മൾ കണ്ടു നോക്കിയാൽ പോലും നമുക്ക് സുഖം കാണുന്നത്. അതുപോലെ ബൂട്ട് സ്പേസ് ബലേനേക്കാളും 10 liters കുറവാണ്. പ്രാക്ടിക്കലി ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 4 പെട്ടി വെച്ചിട്ടുണ്ട്, എയർപോർട്ട് ഓണത്തിന് വെച്ചിട്ടുണ്ട്. ട്രോളി ബാഗ്സ് ഒക്കെ. അതെ അതെ. ഓക്കെ, അപ്പം റിയർ സ്പേസിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മുടെ Q&A സെഷൻ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് പ്രകാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്ന ലാഗ് ഉണ്ടോ, അത് നമ്മൾ ചോദിച്ചു, അതിനെ പറ്റി പറഞ്ഞു. ഇൻഡിവിജ്വലിന്റെ കാര്യം പറഞ്ഞു. പുള്ളിങ് ഉണ്ടോ എന്ന് ചോദിക്കണം. പുള്ളിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റൈഡിങ് കംഫർട്ട് ആൻഡ് റിയർ കംഫർട്ട് ഉണ്ടെന്നാണ്. റിയറിൽ നല്ല സുഖമായിരിക്കാൻ ലോങ് പോകുമ്പോൾ ആണെങ്കിൽ പോലും. സസ്പെൻഷൻ ആക്ച്വലി നല്ല റോഡിൽ എക്സലൻ്റാ, ഒന്നും പറയാനില്ല, ഒരു കമൻറ്റും ഇല്ല. ലൈക്ക് ബെസ്റ്റ് ഇൻ ദ ക്ലാസ് എന്ന് പറയാം. ബാഡ് റോഡ്സ് ഭയങ്കരമായിട്ട് ബാഡും അല്ല, എന്നാൽ വണ്ടി സ്മൂത്തായിട്ട് പോകുന്നുള്ള റോഡ്സിൽ ചെറിയൊരു അടുപ്പ് തോന്നാറുണ്ട്, ജർക്കിംഗ് ഉണ്ട് ചെറുതായിട്ട്. പിന്നെ ഹൈബ്രിഡ് വെച്ച് മൈലേജ് കിട്ടും. ഹൈബ്രിഡിന്റെ ഹെൽപ്പ് വെച്ച് മൈലേജ് എന്തുമാത്രം പ്രാക്ടിക്കലി കിട്ടും? നമ്മൾ മുമ്പേ സംസാരിച്ചു, എത്ര കിട്ടുന്നു? ഇൻക്രീസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ ബ്രോ? ഒരു 1 to 2 kilometers അത്രേ കിട്ടത്തുള്ളൂ. അത്രയൊക്കെ കിട്ടും. അത്ര ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. മാരുതി ക്ലെയിം ചെയ്യുന്ന 20 മൈൽഡ് ഹൈബ്രിഡ് അല്ലേ? മൈൽഡ് ഹൈബ്രിഡ് ആണെങ്കിലും മാരുതി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20.1 ആണ് ഇതിന്. ടെർബോയ്ക്ക് നോൺ ടെർബോയ്ക്ക് 21.2 ആയിരുന്നു. ടെർബോയ്ക്ക് അത്രയും ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന കുഴപ്പമില്ല, ബട്ട് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഫുൾ ലോഡിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്നുണ്ടോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുറകില് ഫുൾ ലോഡ് ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് താഴും വണ്ടി അങ്ങനെ, പക്ഷെ ഇതുവരെ അടി തട്ടിയിട്ടില്ല. അതായത് അങ്ങനെയുള്ള റോഡിൽ ഫുൾ ലോഡ് വെച്ച് പോയിട്ടില്ല.
അല്ല, അങ്ങനെയുള്ള പന്ന റോഡിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ അടി തട്ടത്തില്ല. വണ്ടി താന്നായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അടി തട്ടത്തില്ല. ആക്സിലിന് നല്ല ട്രാവലുണ്ട്, അതുകൊണ്ട് അടി തട്ടത്തില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു സൈഡ് പൊങ്ങിയിരുന്നാലും ബാക്കി ഇങ്ങനത്തെ സൈഡ് താന്നായിരിക്കും, ടാറാലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടി തട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇതൊരു അടി തട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാനായിട്ട് കയറിയതാണ്. ടർബോ പെട്രോൾ 1 ലിറ്റർ എങ്ങനെയുണ്ട് ഓടിക്കാനെന്നുള്ളത്. നമുക്ക് ആദ്യമേ ആ ഒരു 1 ലിറ്റർ ആണെന്നുള്ളൊരു തോന്നലേ ഇത് ഓടിക്കുമ്പോൾ തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പം 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേ എന്നോട് ഒരാൾ വണ്ടി എടുക്കുന്നതിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ 1.5 ലിറ്റർ 1.5 റാപ്പിഡാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഓരോ എഞ്ചിൻ ഓപ്ഷൻസ് പറഞ്ഞപ്പം അത് 1 ലിറ്റർ അല്ല, താല്പര്യമില്ല. അപ്പം ശരിക്കും പഴയ 1 ലിറ്റർ ആയിട്ടാണ് ആളുകൾ 1 ലിറ്ററിനെ ഇപ്പോഴും കമ്പയർ ചെയ്യുന്നത്. പക്ഷെ പഴയ 1 ലിറ്റർ വേറെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആൾട്ടോയും നമ്മുടെ ക്വിഡും അതെല്ലാം 1 ലിറ്റർ. അത് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ 1 ലിറ്റേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ 800cc എന്നൊക്കെ പറഞ്ഞാൽ സിംഗിൾ ക്യാം എഞ്ചിനാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ട്വിൻ ക്യാം ആയതുകൊണ്ട് അതിൻ്റെ വൈബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ കുറവാണ്, പിന്നെ എഫിഷ്യൻസി കൂടുതലാണ്, പെർഫോമൻസ് കൂടുതലാണ്, അങ്ങനെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്, ഗുണങ്ങളുണ്ട്. ഓക്കെ, ഏതായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്ത് നോക്കുകയാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് എത്തിയല്ലേ 100 എത്തിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. എഫേർട്ട്ലെസ് ആട്ടോ. അപ്പം ആ ഒരു ത്രോട്ടിൽ നമുക്ക് ആ ഒരു എഞ്ചിനൊരു എഫേർട്ട് കൊടുക്കുന്നുണ്ടായിട്ട് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും സ്ട്രെസ് ഉണ്ട്. ഇപ്പൊ ഏത് എഞ്ചിനെ നമ്മൾ IRPM കയറ്റിയാലും സ്ട്രെസ് ഉണ്ട്. എങ്കിലും അത് പവർ നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. 100 ഒക്കെ കയറിയത് വലിയ എഫേർട്ട് ഇല്ലാത്ത രീതിയിലാണ് 100 ഒക്കെ കയറിയിട്ടുള്ളത്. അപ്പം നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്, അതൊരു വർത്താണ്. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ്, നമ്മുടെ ടോർക്ക് കൺവേർട്ടർ, 6 സ്പീഡ് ഗിയർ ബോക്സ്, AMT യോട് താല്പര്യം. പലരും AMT എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് AMT ഇഷ്ടമാണ് പേഴ്സണലി. അതിനോട് താല്പര്യം ഇല്ലാത്തവർക്ക് ടോർക്ക് കൺവേർട്ടർ എന്തായാലും ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു വാല്യൂ ഫോർ മണി പാക്കേജ് ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇവർ 14.5 lakhs ഒരു കാര്യമാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 1 ലിറ്റർ ടർബോയ്ക്ക് വേണ്ടി ഈ അതായത് ടർബോ എഞ്ചിനുള്ള ഈ ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് കോംബോയ്ക്ക് വേണ്ടി അത്രയും എമൗണ്ട് മുടക്കി ഫ്രോങ്സ് എടുക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ, വർത്താണോ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളിത് എടുത്ത സമയത്ത് ഓഫറും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഫ്രോങ്സിന് വന്നുകൊണ്ടിരുന്ന ഓഫർ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വന്ന ഓഫറാണ്. അന്ന് 20,000 കൺസ്യൂമർ ഓഫർ ഉണ്ടായിരുന്നു, ടെർബോയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു. 1.2 10,000 ആയിരുന്നു. അപ്പം ആ സമയത്ത് എടുത്തപ്പം 20,000 ഡിഫറൻസ് വന്നു. ഇപ്പം കറന്റ് ടർബോയ്ക്ക് 20,000 ഉണ്ട്, 43,000 ആക്സസറിയും കൂടെ വരുന്നുണ്ട്. കിറ്റായിട്ട് അത് വരുന്നുണ്ട്, വെലോസിറ്റി എഡിഷൻ അതിന്റെ പേര്. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ബൈ ആണ്. ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഇറ്റ്സ് എ ഗ്രേറ്റ് ബൈ, അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് അവരും ചൂസ് ചെയ്യുക. അവരുടെ പ്രിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി അതനുസരിച്ച് നിങ്ങളും വാങ്ങിക്കുക. എന്തായാലും ഇതിൻ്റെ യൂസറുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇപ്പോൾ ചോദിച്ചത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം സംസാരിച്ചപ്പോഴേ ഞാൻ 2 ഫ്രോങ്സിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി അടുത്തത് ലോങ് ടേം റിവ്യൂ ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബ്രോയോട് സംസാരിച്ചപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ്, അതായത് വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആകാവുന്ന കുറേ പോയിന്റ്സ് ബ്രോ സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത്. അതേതായാലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തു. ബ്രോയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് കൺവേ ചെയ്യാൻ എല്ലാം കൺവേ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫ്രോങ്സിൻ്റെ അല്ലെ മാരുതിയുടെ 1 ലിറ്റർ ടർബോ പെട്രോളിൻ്റെ ഇന്റർകൂളർ ടർബോ ചാർജ് ആയതുകൊണ്ട് അതിൻ്റെ കൂളിംഗ് നടത്തണം. നമുക്ക് ഇന്റർകൂളർ ഉണ്ടായാലേ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇതിന്റെ ഇന്റർകൂളറിന്റെ വലിപ്പം നമ്മുടെ കിയ സെൽറ്റോസ് 1.4 പഴയ സെൽറ്റോസിന്റെ 1.4 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് എഞ്ചിന്റെ അത്ര വലിപ്പമുണ്ട്. ഒരു 1063 സിലിണ്ടറേ ഉള്ളൂ വലിപ്പം, പക്ഷെ എത്രയാണ്. ആ ഒരു ഇതുകൊണ്ടാണ് ഇതിന്റെ പവറും ഫീലും കാര്യങ്ങളും എല്ലാം കൂളിംഗ്. അതായത് ടർബോ ചാർജർ വർക്ക് ആണെങ്കിൽ തണുത്ത എയർ ഉണ്ടെങ്കിൽ ടർബോ ചാർജർ സ്മൂത്ത് ആയിട്ട് വർക്ക് ആകും, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആകും. നമ്മൾ ഈ വെയിലത്ത് ഓടിച്ചതുകൊണ്ട് അതിനനുസരിച്ചുള്ള എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. ഒരു നൈറ്റ് ടൈം അല്ലെങ്കിൽ മഴയത്തൊക്കെ ഓടിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ കിട്ടും. കൂളിംഗ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ മൈലേജ് കൂടും, എഞ്ചിന്റെ പെർഫോമൻസ് കൂടും, സ്ട്രെസ് എഞ്ചിൻ സ്ട്രെസ് ചെയ്യുന്ന കുറയും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബലേനോയിലെ 1 ലിറ്റർ ടർബോ പെട്രോൾ BS4 ആ വരുന്നത്. അതായത് 2018 സമയത്ത് 17 തൊട്ടുണ്ടായിരുന്നു. BS4 ആ വരുന്നത്. അതില് 101 bhp ഉണ്ട്, 150 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. ഇതിന്റെ ബൂസ്റ്റർ ജെറ്റ് വരുന്നത് BS6 phase 2 ആ. അപ്പൊ അതിനനുസരിച്ചുള്ള നോംസ് വന്നിട്ടുണ്ട്. എക്സ്ട്രാ കാറ്റലിറ്റിക് കൺവേർട്ടറിനകത്തൊക്കെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. പവർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പവർ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 99.4 bhp ആ വരുന്നത്. ഓൾമോസ്റ്റ് 1.5 to 2 bhp വ്യത്യാസം വരുന്നുണ്ട് പഴയ ബൂസ്റ്റർ ജെറ്റിൽ നിന്ന്. ടോർക്ക് വരുമ്പോൾ 3 ന്യൂട്ടൺ മീറ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഫീല് തോന്നത്തില്ല. പക്ഷെ ട്യൂണിങ് ഇതിന്റെ ബൂസ്റ്റ് ആണ് 2000 RPM അല്ല, ബലേനോടെ 2200 അപ്പം ആ ഒരു RPM കുറഞ്ഞുകൊണ്ട് നമുക്ക് നേരത്തെ പവർ വരുന്നതുകൊണ്ട് അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാനില്ല. അപ്പോൾ എല്ലാം സംസാരിച്ചു. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. വെൽക്കം. അപ്പം നല്ലൊരു വീഡിയോ ആയിരുന്നു ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പലർക്കും ഫ്രോങ്സ് എടുക്കാൻ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ വണ്ടി വാങ്ങാൻ നോക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസും യൂസ്ഫുൾ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും